തനിക്ക് മാത്രം എന്താടോ ഇത്ര വലിയ പ്രത്യേകത? ഇവിടുത്തെ ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ വളരെ കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിലെത്തുന്നുണ്ടല്ലോ. അത് സാർ, വരുന്ന വഴിക്ക് ബസ് ബ്ലോക്കിൽപ്പെട്ടത് കാരണം ഞാൻ വൈകിപ്പോയത്. മാളവിക തല കുനിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അത് പറയുമ്പോൾ അജിത്ത് അവളെ തന്നെ നോക്കി ഇരു കൈകളും പിണഞ്ഞു കെട്ടി അവിടെ തന്നെ നിന്നു. ശരി, ഇന്ന് ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇന്നലെയോ? ഞാനിവിടേക്ക് വന്നത് മുതൽ ശ്രദ്ധിക്കുന്നതാ, താൻ എന്നും ലേറ്റായി ക്ലാസ്സിലെത്താറുള്ളൂ. തന്നെ ചോദ്യം ചെയ്യാൻ ഇങ്ങനെ നിൽക്കുന്ന അത്രയും നേരം നഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവരുടെ ക്ലാസ്സാണെന്ന കാര്യം ഇനിയെങ്കിലും താനൊന്ന് ഓർത്താൽ കൊള്ളാം. അതുകൊണ്ട് നാളെ മുതൽ വൈകി വരുന്ന ഈ പതിവുണ്ടല്ലോ, അതിനി താൻ ആവർത്തിക്കരുത്, കേട്ടല്ലോ? അവനൊരു താക്കീതിൻ്റെ സ്വരത്തിൽ അവളോടത് പറയുമ്പോൾ മാളവികയുടെ കണ്ണുകളിൽ നിന്നും അറിയാതെ ഒരു നനവ് പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. ആരും കാണാതെ അവളത് തുടച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറി തൻ്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു. സാരല്ല മാളു, പോട്ടെ. സാർ ഇവിടെ പുതിയൊരാളല്ലേ, നിന്നെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത്. വിട്ടേക്കടാ, നീ ഇനി അതോർത്ത് സങ്കടപ്പെടണ്ട. തൻ്റെ പ്രിയ കൂട്ടുകാരി രേഷ്മയുടെ വാക്കുകളിൽ ആശ്വാസം ലഭിച്ചതുപോലെ മാളു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് സമയത്താണ് അജിത് സാറ് മാളവികയെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് കയറി വന്നത്. കാര്യം എന്തെന്ന് മാളു തിരക്കിയെങ്കിലും അറിയില്ല എന്ന മറുപടിയിൽ അവൾക്ക് സ്റ്റാഫ് റൂമിലേക്ക് ചെന്ന് കയറേണ്ട അവസ്ഥയായി. കൂടെ ഒരു ധൈര്യത്തിന് രേഷ്മ അവൾക്കൊപ്പം ചെന്നെങ്കിലും അജിത് സാറിനെ പേടിയുള്ളതുകൊണ്ട് അവൾ പുറത്തു നിൽക്കാമെന്ന് അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ആ വാക്കിൻ്റെ ബലത്തിലാണ് പേടിയോടെ മാളുവും അകത്തേക്ക് ചെന്ന് കയറിയത്. മാളവിക അകത്തേക്ക് ചെന്ന സമയത്ത് സ്റ്റാഫ് റൂമിൽ അജിത് സാറിനെ മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ. കയ്യിൽ തൻ്റെ റെക്കോർഡ് ബുക്കും പിടിച്ചുകൊണ്ട് ഗൗരവത്തോടെ ഇരിക്കുന്ന സാറിനെ കണ്ടപ്പോൾ അവൾക്ക് ആദ്യമൊന്ന് പേടി തോന്നിയെങ്കിലും പോകാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന ഭാവത്തിൽ അവൾ പതിയെ അടുത്തേക്ക് ചെന്നു. സാറ് എന്നെ വിളിച്ചിരുന്നെന്ന് പറഞ്ഞു. മാളുവിൻ്റെ ശബ്ദം കേട്ടതും കയ്യിലെ റെക്കോർഡ് ബുക്ക് അവൻ മേശപ്പുറത്തേക്ക് നീട്ടിയെടുത്തിട്ടു. എന്താ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതിനെയാണോ റെക്കോർഡ് ബുക്ക് എന്ന് പറയാ? കണ്ടാൽ തന്നെ ഒമിറ്റ് ചെയ്യാനാ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ സബ്മിറ്റ് ചെയ്താൽ തനിക്ക് മാർക്ക് കിട്ടുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ മാളവിക? അത് സാർ, പിന്നെ ഇന്നലെ എഴുതി തീർത്തത് ഇത്തിരി സ്പീഡിലായിപ്പോയി. വീട്ടിൽ കറണ്ട് ഇല്ലാതിരുന്ന സമയത്തായിരുന്നു ഞാനിത് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് ഞാനിത് എഴുതി തീർത്തത്. ബില്ലടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് KSEBക്കാർ ഫ്യൂസ് ഊരിപ്പോയതാണെന്ന് ഞാൻ എങ്ങനെ ഈശ്വര സാറിനെ അറിയിക്കുക? അവൾ സ്വയം ആത്മകഥ നടത്തുന്നതിനിടയിലാണ് പെട്ടെന്നവൻ അവൾക്ക് നേരെ സംസാരിച്ചു തുടങ്ങിയത്. ദേ നോക്കു മാളവിക, എൻ്റെ മുന്നിൽ ആരും എക്സ്ക്യൂസ് പറഞ്ഞു വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. എല്ലാ സ്റ്റുഡൻസും എനിക്ക് ഒരുപോലെയാണ്. ആർക്കും പ്രത്യേകിച്ചൊരു കൺസിഡറേഷൻ ഞാൻ കൊടുക്കാറുമില്ല. അത് തനിക്കും ബാധകമാണ്. മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ താൻ എന്ത് ഉഴപ്പ് കാണിച്ചാലും എനിക്കതൊരു പ്രശ്നവുമല്ല. ബട്ട് ഞാൻ എടുക്കുന്ന എൻ്റെ വിഷയത്തിൽ എല്ലാം കൃത്യമായിരിക്കണം. അതായത് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കരുതെന്നർത്ഥം. മനസ്സിലായോ? ചങ്കിടറിക്കൊണ്ട് അവൾ പതിയെ ഒന്ന് മൂളാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വരാൻ സാധിക്കാതെ വണ്ണം അവളുടെ കണ്ണുകൾ നനഞ്ഞു പോയിരുന്നു. എന്നാൽ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് അജിത്ത് വീണ്ടും മറ്റു കുട്ടികളുടെ റെക്കോർഡ് ബുക്കെല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങിയത്. നിശബ്ദമായ തേങ്ങലോടെ അവൾ തൻ്റെ ബുക്ക് മാറോടെ അടക്കി പിടിച്ചുകൊണ്ട് ആ സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് രേഷ്മയും അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കലങ്ങിയ കണ്ണുകൾ വീണ്ടും മായ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളെ നോക്കി പുഞ്ചിരിക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോൾ രേഷ്മയ്ക്കും അത് സഹിക്കാനായിരുന്നില്ല. ദുഷ്ടൻ, ഇയാൾ എന്തൊരു മനുഷ്യനാ! ഒട്ടും മനസ്സാക്ഷിയില്ലാത്തൊരു സാറ്. പുറമേ കാണുന്ന ഈ സൗന്ദര്യം മാത്രമേ അയാൾക്കുള്ളൂ. ഉള്ളിൽ ഒരല്പം പോലും ദയയില്ലാത്ത മനുഷ്യനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. നീ വാ മാളു, ഇനി ഇവിടെ നിന്ന് സങ്കടപ്പെട്ട് മറ്റുള്ളവരെ കൂടി ഇതൊന്നും അറിയിക്കണ്ട. അകത്തിരിക്കുന്ന അജിത് സാറിനെ ഒരു അമർഷത്തോടെ നോക്കിയ ശേഷം അവൾ മാളുവിനെയും കൂട്ടി അവിടെ നിന്നും തിരിച്ചുപോയി. അമ്മയുടെ പിറന്നാളിന് ഗിഫ്റ്റായി ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിയാണ് കോളേജ് വിട്ടുപോകുന്ന വഴിക്ക് അജിത്ത് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കൊന്ന് കയറിയത്. സിമ്പിൾ കോട്ടൺ സാരിയോട് മാത്രം പ്രിയമുള്ള തൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനായി സാരി സെലക്ട് ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്നവൻ അവളെ ശ്രദ്ധിച്ചത്. കിഡ്സ് സെക്ഷനിൽ സൈസ് ഗേൾ യൂണിഫോമിൽ നിൽക്കുന്ന മാളവികയെ കണ്ട് ഒരു ഞെട്ടലോടെ അവൻ ഒരു നിമിഷം അറിയാതെ അവിടെ നിന്ന് പോകുകയായിരുന്നു. വരുന്നവരോടും പോകുന്നവരോടെല്ലാം നിറഞ്ഞ പുഞ്ചിരിയോടെ പെരുമാറുന്ന അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ മറന്നതുപോലെ അവൻ നിൽപ്പ് തുടരുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു സെയിൽസ്മാൻ അവനെ വന്ന് വിളിച്ചത്. സാറിന് ഇനി മറ്റെന്തെങ്കിലും? പെട്ടെന്നുള്ള ഞെട്ടലിൽ തിരിഞ്ഞു നോക്കി അവൻ അയാളോട് വേഗം കാര്യം തിരക്കാനായി ശ്രമിച്ചു.
ആ നിൽക്കുന്ന പെൺകുട്ടി ഇവിടെ എങ്ങനെ? സംശയം മനസ്സിലിട്ട് പെരുപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അയാൾ മാളവികയെ എത്തി നോക്കിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. അത് ഒരു പാവം പെൺകുട്ടിയാ സാർ. കോളേജ് വിട്ട ശേഷമാണ് ആ കുട്ടി ഇവിടെ വൈകുന്നേരം ഡ്യൂട്ടിക്ക് കയറുന്നത്. ഇച്ചിരി കഷ്ടപ്പാടുള്ള കുട്ടിയാ സാർ. പേര് മാളവിക എന്നാ പറഞ്ഞത്. അല്ല, സാറിന് ആ കുട്ടിയെ നേരത്തെ പരിചയമുണ്ടോ? ചെറിയൊരു പരിചയമുണ്ട്. അവളെ നോക്കിക്കൊണ്ട് അവനത് പറയുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ചെറിയൊരു കുറ്റബോധത്തിൻ്റെ വെട്ടം വീണു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ അജിത്ത് കോളേജിലേക്ക് എത്തിയ ശേഷം രജിസ്റ്ററിൽ ഒപ്പുവെക്കുമ്പോഴായിരുന്നു പ്രിൻസിപ്പൽ അവനോട് ചില കാര്യങ്ങൾ അറിയിക്കാനായി അവിടെ നിന്നും എഴുന്നേറ്റ് വന്നത്. അജിത്തിന് ക്ലാസ്സിൽ പോകാൻ ധൃതിയില്ലെങ്കിൽ എനിക്ക് അല്പം തന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഇല്ല സാർ, എനിക്ക് തിരക്കില്ല. സാറ് കാര്യം പറഞ്ഞോളൂ. അവൻ ഭവ്യതയോടെ അയാൾക്ക് മുന്നിൽ നിന്നു കൊടുത്തു. ഈ കോളേജിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിലെനിക്ക് ചിലരെയൊക്കെ പേഴ്സണലായിട്ടും അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് സാറിൻ്റെ ക്ലാസ്സിലെ മാളവികയെക്കുറിച്ചാണ്. പ്രാരാബ്ദങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുക്ക് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അവൾ. പഠിക്കാനും മിടുക്കിയ. അതിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലും തൻ്റെ പഠനം മുടങ്ങരുതെന്ന് ആ കുട്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവൾ ഓടിയും കിതച്ചും ഇവിടെ ക്ലാസ്സിലേക്ക് എത്തുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും അവളുടെ അവസ്ഥയെക്കുറിച്ച് ബോധേഡായതുകൊണ്ടാണ് ആരും അവളെ അങ്ങനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാത്തത്. ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ആ കുട്ടിയുടെ അവസ്ഥ അത്രയ്ക്ക് മോശമായതുകൊണ്ടാണ്. പ്രിൻസിപ്പലിൻ്റെ വാക്കുകളിലെ സത്യം തനിക്കും ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന അർത്ഥത്തിൽ അവൻ അദ്ദേഹത്തോട് ഒന്ന് പുഞ്ചിരിച്ചു. സാർ എന്നോട് ക്ഷമിക്കണം. മാളവികയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇനി മുതൽ ഞാനും ആ കുട്ടിയെ ശ്രദ്ധിച്ചോളാം. അവനത് പറയുമ്പോൾ ആ മുഖത്തറിയാതെ ഒരു തിളക്കം നിഴലിച്ചു വന്നിരുന്നു. ക്ലാസ് തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞാണ് മാളവിക പരിഭ്രമത്തോടെ അജിത് സാറിൻ്റെ ക്ലാസ്സിലേക്ക് ഓടി വന്നത്. എന്നാൽ പതിവിലും വിപരീതമായി അവളോടൊന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ക്ലാസ്സിലേക്ക് കയറിയിരിക്കാൻ അവൻ അനുവാദം നൽകിയപ്പോൾ മാളു ആശ്ചര്യത്തോടെയാണ് സാറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത്. ഇന്നലെ വരെ തന്നെ വഴക്കു പറയാൻ മാത്രം ശീലിച്ച അജിത് സാർ തന്നെയാണോ ഇതെന്ന അമ്പരപ്പോടെ അവൾ സീറ്റിലേക്ക് ചെന്നിരിക്കുമ്പോൾ രേഷ്മയും വാപ്പൊളിച്ചിരിക്കുകയായിരുന്നു അന്നേരം. നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇതെന്തു മറിമായ മാളു ഈ സാറിന് സംഭവിച്ചിരിക്കുന്നത്? ഇനി സാറിൻ്റെ സ്വഭാവം മാറാൻ നീ വല്ല കൂടോത്രം ചെയ്തോടി പെണ്ണേ. ചുമ്മാ വെറുതെ ദൈവദോഷം പറയില്ലടി. സാറിൻ്റെ ഈ മാറ്റത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. നീയാണേ സത്യം. സംഭവിച്ചതൊന്നും വിശ്വസിക്കാനാകാതെ മാളുവും കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവളോടത് പറയുമ്പോൾ അജിത്ത് ഒളിക്കണ്ണിട്ട് മാളുവിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള നാളുകളിലെല്ലാം അജിത് സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ശ്വാസം അടക്കി പിടിച്ചിരുന്ന പിരീഡ് എന്ന അപഖ്യാതി മാറ്റിയെടുത്തുകൊണ്ട് കുട്ടികളെല്ലാം സാറിൻ്റെ വിഷയത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാൻ ആരംഭിച്ചു. അന്ന് തൊട്ട് അജിത്തിൻ്റെ നോട്ടം മാളവികയിലേക്ക് ചെന്നെത്താൻ തുടങ്ങി. അവൾ അറിയാതെ അവളെ നോക്കുന്നതും നിരീക്ഷിക്കുന്നതുമെല്ലാം അവൻ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും മാളവിലേക്കുള്ള അവൻ്റെ നോട്ടത്തിന് കണക്കില്ലാതായി തീർന്നു. ഒരു ദിവസം മാളവിക ലൈബ്രറിയിൽ പുസ്തകങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അജിത്ത് അവളെ കണ്ട് അവിടേക്ക് ചെന്നത്. അജിത് സാറിനെ തൊട്ടടുത്ത് കണ്ടതും അവൾ ഒരല്പം ബഹുമാനത്തോടെ ഒതുങ്ങി നിന്ന് പുസ്തകങ്ങൾ തിരയാൻ വീണ്ടും ആരംഭിച്ചു. വായിക്കാൻ എന്ന പേരിൽ അവനും പുസ്തകം എടുത്തുകൊണ്ട് മറിച്ചു നോക്കുന്നതിനിടയിൽ അവളെ ഒളിക്കണ്ണിട്ട് അവൻ നോക്കുമ്പോൾ മാളുവിൻ്റെ കണ്ണുകളും പെട്ടെന്നറിയാതെ അവൻ്റെ കണ്ണുകളുമായി ചെന്നുടക്കിയപ്പോഴാണ് പെട്ടെന്ന് തനിക്ക് അബദ്ധം പറ്റിയതുപോലെ അവൾ വേഗം തിരിഞ്ഞു നിന്നത്. ഈശ്വര, സാർ എന്നെയാണല്ലോ നോക്കുന്നത്. ഇനി ഞാൻ നോക്കിയതെങ്ങാനും സാറ് കണ്ടു കാണുമോ? തെല്ല് സംശയത്തോടെ അവൾ വീണ്ടും ഒന്ന് ചെരിഞ്ഞു നോക്കിയതും അജിത്ത് അവളെ നോക്കി പുഞ്ചിരി വിടർത്തി അവൾക്ക് നേരെ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. നാവ് കൂട്ടിക്കടിച്ചുകൊണ്ട് ഒരു ചമ്മലോടെ അവൾ പുസ്തകം തിരികെ അവിടെ തന്നെ വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഓടി അകലുന്നത് കണ്ട് അജിത്ത് അവളെ തന്നെ നോക്കി ചിരിച്ചു പോവുകയായിരുന്നു. അന്നത്തെ ആ ദിവസം വീണ്ടും ക്ലാസ്സിലേക്ക് അവൻ ചെന്ന് കയറിയപ്പോൾ സാറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാനുള്ള ധൈര്യം പോലും മാളുവിന് അന്നേരം ഉണ്ടായിരുന്നില്ല. ക്ലാസ് തീരുന്നതുവരെ വീർപ്പുമുട്ടലോടെ ഇരിക്കുന്ന മാളുവിനെ കണ്ട് അവന് ചിരി വന്നെങ്കിലും അത് പുറമേ കാണിക്കാതെ ഗൗരവം ഭാവിച്ചുകൊണ്ട് അവൻ ക്ലാസ് തുടർന്നുകൊണ്ടേയിരുന്നു. വൈകുന്നേരം കോളേജ് വിട്ട് പോകുന്നതിനിടയിലാണ് ബസ് സ്റ്റോപ്പിനടുത്ത് ബൈക്കിൽ ചാരി നിൽക്കുന്ന അജിത് സാറിനെ അവൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. തനിക്ക് പോകാൻ മറ്റു വഴികളൊന്നുമില്ലാതിരുന്നത് കൊണ്ട് തന്നെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കാൻ നിവൃത്തിയില്ലെന്ന മട്ടിൽ അവൾ അവിടേക്ക് നടക്കുമ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരി വരുത്താനുള്ള ശ്രമം കൂടിയായിരുന്നു പിന്നീട് അവൾക്ക്. എന്നാൽ മാളവികയെ കണ്ടയുടൻ അജിത്ത് വേഗം അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഉണ്ടായത്. എടോ, താൻ എന്തിനാ എന്നെ കണ്ട് ഇങ്ങനെ ഭയക്കുന്നത്? അത് പിന്നെ ഇല്ലല്ലോ, എനിക്ക് സാറിനെ പേടിയൊന്നുമില്ല. പിന്നെ പേടിയില്ലെങ്കിൽ പിന്നെന്താ തനിക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഇത്രയ്ക്ക് ചമ്മൽ?
അത് പിന്നെ ഞാൻ അറിയാതെ. നോക്കു മാളവിക, ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിട്ട് കുറച്ച് ദിവസമായി. തൻ്റെ കൂടെ എപ്പോഴും രേഷ്മയുണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും മാറി നിൽക്കാൻ ശ്രമിച്ചത്. എനിക്കിങ്ങനെ കൂടുതൽ പൈങ്കിളി ഡയലോഗൊന്നും അടിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ശീലമില്ല. അതുകൊണ്ട് വളച്ചു കെട്ടില്ലാതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അവൾ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവനത് ചോദിച്ചത്. തന്നെ ഞാൻ വിവാഹം കഴിച്ചോട്ടേടോ? സാറിൻ്റെ ചോദ്യം കേട്ടത് മാളു ആശ്ചര്യത്തോടെ ഒന്നുകൂടി കണ്ണുകൾ വിടർത്തി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താ, തനിക്ക് എന്നെ ഇഷ്ടമല്ലേ? അത് പിന്നെ ഞാൻ. പെട്ടെന്ന് സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാനെങ്ങനെയാ മറുപടി പറയുക? ഞാൻ പറഞ്ഞത് കേട്ട് താൻ ഞെട്ടൊന്നും വേണ്ട. തന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് ചോദിക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത തന്നെ മുത്തശ്ശിയാണ് ഇത്രയും വളർത്തി വലുതാക്കിയതെന്ന് എനിക്കറിയാം. വളർന്നൊരു പെൺകുട്ടിയായപ്പോൾ ആ മുത്തശ്ശിയെ ജോലിക്കൊന്നും പോകാൻ അനുവദിക്കാതെ കുടുംബം നോക്കാൻ പാടുപെടുന്ന ഒരു പാവം പെൺകുട്ടിയാണെന്ന് താനെന്നും എനിക്കറിയാം. പഠിത്തത്തിനിടയിലും യാതൊരു മടിയുമില്ലാതെ അധ്വാനിക്കാൻ മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് താനെന്നറിഞ്ഞപ്പോൾ തന്നോടുള്ള എൻ്റെ ഇഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറമായി പോയി മാളവിക. ശരിക്കും തന്നോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുക. തന്നെപ്പോലെ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെയും ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതൊരു പക്ഷേ തന്നോടുള്ള അനുകമ്പ കൊണ്ടൊന്നുമല്ല കേട്ടോ. ഇയാളെ എനിക്ക് ശരിക്കും ഇഷ്ടമായതുകൊണ്ടാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും തനിക്ക് നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. തൻ്റെ പഠിത്തം തീരുന്നതുവരെ കാത്തിരിക്കാൻ ഈ അജിത്ത് ഒരുക്കമാണെന്ന് പറയാൻ വേണ്ടി കൂടിയാ തനിക്ക് വേണ്ടി ഞാനിവിടെ കാത്തു നിന്നത്. ആശ്ചര്യം വിട്ടുമാറാത്ത മനസ്സോടെ ആ കണ്ണുകൾ അവനെ തന്നെ നോക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ തനിക്ക് തോന്നുന്നതെന്ന് അറിയാതെ അവൾ കണ്ണുനീരണിഞ്ഞപ്പോൾ അവനത് തുടച്ചുകൊണ്ട് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇനിയും ഈ കണ്ണുകൾ നിറയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മാളു. അവളുടെ മുഖം കൈക്കുമ്പിൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ആ വിളിയുടെ സ്നേഹത്തിൽ എല്ലാം മറന്നുകൊണ്ട് ഒരു നിമിഷം അവൾ സ്നേഹത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു പോയിരുന്നു.